അഗരം എന്നാൽ ആരംഭം എന്നാണ് അർത്ഥം. 2006 സെപ്റ്റംബർ 25-ന് തമിഴ് ചലച്ചിത്ര നടൻ സൂര്യ ആരംഭിച്ച വിദ്യാഭ്യാസ സന്നദ്ധ സംഘടനയാണ് അഗരം ഫൗണ്ടേഷൻ. തീർത്തും ലാഭേച്ഛയില്ലാത്ത സംഘടന. തമിഴ്നാട്ടിലെ ഗ്രാമീണ സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നതാണ് ഫൗണ്ടേഷന്റെ പ്രധാന ദൗത്യം. ഒരു സമത്വ സമൂഹം സൃഷ്ടിക്കുന്നതിനും വ്യക്തികളെയും വരും തലമുറകളെയും ശാക്തീകരിക്കുന്നതിനും വിദ്യാഭ്യാസമാണ് താക്കോലെന്ന് ഫൗണ്ടേഷൻ വിശ്വസിക്കുന്നു. അഗരം ഫൗണ്ടേഷന്റെ പ്രധാന സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പ്രൊജക്ട് വിധായി, അതുപോലെ അഗരം മെന്റർഷിപ്പും. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ നിന്നുള്ള ആദ്യ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിന് സാമ്പത്തിക സഹായം, തുടർച്ചയായ മാർഗനിർദ്ദേശം എന്നിവ ഈ സംഘടന ഉറപ്പു നൽകുന്നു. അക്കാദമിക്, വ്യക്തിഗത കരിയർ വെല്ലുവിളികളിൽ മാർഗനിർദ്ദേശം നൽകുന്ന മെന്റർമാരുമായി ഫൗണ്ടേഷൻ വിദ്യാർത്ഥികളെ ബന്ധിപ്പിക്കുന്നു. നഗരപ്രദേശങ്ങളിൽ പഠിക്കുന്ന ഗ്രാമീണ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വവും പിന്തുണ നൽകുന്നതുമായ അന്തരീക്ഷം വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ അവർക്ക് താമസം, ഭക്ഷണം, അക്കാദമിക് പിന്തുണ എന്നിവയും അഗരം ഹോസ്റ്റലുകളിൽ കൂടി നൽകി വരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രാധാന്യം നൽകുന്ന സമഗ്രമായ ഗ്രാമീണ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പരിപാടികളും ഫൗണ്ടേഷൻ നടത്തിവരുന്നുണ്ട്. അഗരം ഫൗണ്ടേഷൻ വിദ്യാഭ്യാസം ഇതുവരെ സ്പർശിക്കപ്പെട്ടിട്ടില്ലാത്ത ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. 2006 ആരംഭിച്ച അഗരം ഫൗണ്ടേഷനിൽ കൂടി 51 പേർ ഡോക്ടർമാരാകുകയും 1800ഓളം പേർ എഞ്ചിനീയറിംഗും പൂർത്തീകരിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടെ 6700-ലധികം ബിരുദധാരികളെ സൃഷ്ടിക്കാൻ അഗരത്തിന് സാധിച്ചു. ഇവരെല്ലാം തന്നെ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരുമാണ്. 160 സീറ്റിൽ തുടങ്ങി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് അഗരത്തിൽ പഠിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് അവരുടെ വിജയവും. ഇന്ത്യ മാറ്റത്തിന്റെ പാതയിലാണ്. എന്നിട്ടും വിനാശകരമായ അസമത്വങ്ങൾ, വിദ്യാഭ്യാസ അവകാശം പോലുള്ള സദുദ്ദേശപരമായ നിയമങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത വലിയൊരു ജനസംഖ്യ, വലിയൊരു ലിംഗ അസമത്വം എന്നിവയും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ അഗരം മാതൃകയാണ്. ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിൽ വിധായി പദ്ധതിയുടെ സ്വാധീനം എടുത്തുകാണിച്ച സൂര്യ ദാതാക്കളുടെ സംഭാവനകളെ പ്രശംസിച്ചിരുന്നു. ഒരു ദശാബ്ദത്തിലേറെയായി അഗരം നൽകിയ സേവനത്തെ കമൽ ഹാസൻ നിശബ്ദ വിപ്ലവമെന്നാണ് വിശേഷിപ്പിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.